അനധികൃത മദ്രസകൾക്കെതിരെയുള്ള കർശന നടപടി തുടർന്ന് ധാമി സർക്കാർ. കഴിഞ്ഞ ദിവസം പൗരി ജില്ലയിൽ ഒരു അനധികൃത മദ്രസ കൂടി സർക്കാർ താഴിട്ടുപൂട്ടി. ഇതോടുകൂടെ സംസ്ഥാനത്ത് പൂട്ടിടുന്ന പള്ളികളുടെ എണ്ണം 53 കഴിഞ്ഞു. പൗരി ജില്ലയിലെ ഗസറ്റ്ഗഞ്ചിലുള്ള പള്ളിയിലാണ് നിയമവിരുദ്ധമായി ഈ മദ്രസ നടത്തിവരുന്നത്. സർക്കാരിന്റെ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് രഹസ്യമായി ഇത് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്നുകൊണ്ടാണ് പൗരി ജില്ലാ ഭരണകൂടം ഉടനടി തന്നെ നടപടി സ്വീകരിച്ച് മദ്രസ പൂട്ടിട്ട് സീൽ ചെയ്തത്. അതുപോലെ തന്നെ ഡെറാഡൂണിലും ഉധം സിംഗ് നഗറിലും നേരത്തെ തന്നെ സ്വീകരിച്ച നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ പൗരി ജില്ലകളിലും മദ്രസകൾ അടച്ചുപൂട്ടുന്നത്. മുഖ്യമന്ത്രി ധാമിയുടെ കർശനമായ നിർദ്ദേശപ്രകാരം ഉത്തരാഖണ്ഡിൽ ഉടനീളമുള്ള അനധികൃത മദ്രസകൾക്കെതിരെ ഭരണകൂടം കർശന നടപടി സ്വീകരിച്ചു വരികയാണ്. പൗരി ജില്ലയിലെ ഗസറ്റ്ഗഞ്ചിലുള്ള പള്ളിയിലാണ് നിയമവിരുദ്ധമായി ഈ മദ്രസ നടത്തി വന്നിരുന്നത്. സർക്കാരിന്റെ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് രഹസ്യമായി ഇത് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്ന് പൗരി ജില്ലാ ഭരണകൂടം ഉടനടി നടപടി സ്വീകരിക്കുകയും മദ്രസ പൂട്ടുകയുമായിരുന്നു. അതേസമയം ഉത്തരാഖണ്ഡിൽ എവിടെയും, അത് പർവ്വത പ്രദേശങ്ങളിലായാലും അതുപോലെ തന്നെ സമയതലങ്ങളിലായാലും നിയമവിരുദ്ധമായ മദ്രസകളുടെ പ്രവർത്തനം ഇനി അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത്. ഇത്തരം അനധികൃത മദ്രസകൾ എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവ പൂട്ടാൻ ഉടനടി തന്നെ നടപടി സ്വീകരിക്കും. മുഖ്യമന്ത്രി ധാമിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഉടനീളമായി മദ്രസകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മദ്രസ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചാൽ തന്നെ ഉടനടി ഭരണകൂടം നടപടിയെടുക്കുകയും അത് പൂട്ടി സീൽ ചെയ്യുകയാണ് ഇപ്പോഴത്തെ നടപടി കണ്ടുവരുന്നതും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഈ കർശന നടപടി തെളിയിക്കുന്നതും. അതുപോലെ തന്നെ ഖാദിമയിൽ അടുത്തിടെ 11 നിയമവിരുദ്ധ മദ്രസകൾ ഭരണകൂടം തിരിച്ചറിഞ്ഞതായും 3 രജിസ്റ്റർ ചെയ്ത മദ്രസകൾ സ്ഥിരീകരിച്ചതായും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പങ്കജ് ഉപാധ്യായ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 9 എണ്ണം ഇന്നലെ പൂട്ടി സീൽ ചെയ്തു. അതുപോലെ തന്നെ നേപ്പാൾ അതിർത്തിയിൽ അനധികൃത മദ്രസകൾ നിലനിൽക്കുന്നുണ്ട് എന്ന വിവരം ഉത്തരാഖണ്ഡ് പോലീസ് ഇന്റലിജൻസ് വിഭാഗവും ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. അതേസമയം ഡെറാഡൂൺ ജില്ലാ ഭരണകൂടം വീണ്ടും കർശന നടപടി സ്വീകരിക്കുകയും ജില്ലയിലെ 12 അനധികൃത മദ്രസകൾ കൂടി സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. വികാസ് നഗർ MDM വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സംഘം ഇന്നലെ പർഗാന പ്രദേശത്തെ 12 അനധികൃത മദ്രസകൾ പൂട്ടിട്ട് സീൽ ചെയ്തു. അതുപോലെ തന്നെ മുദ്രവയ്ക്കൽ പ്രവർത്തനം നടത്തുന്നതിനിടെ മുസ്ലിം സംഘടനയിലെ അംഗങ്ങളും ഭരണസംഘവുമായി തർക്കവും ഉണ്ടായി. രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് ഈ നിയമവിരുദ്ധ മദ്രസകൾ പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ പോലീസ് ഭരണകൂടം നടത്തിയ സംയുക്ത സർവേയിലാണ് ഇവയെ തിരിച്ചറിഞ്ഞതെന്നും പ്രതിഷേധക്കാരെ ബോധിപ്പിച്ചിരുന്നു. അതേസമയം ഈ മദ്രസകൾ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന പരാതികൾ ലഭിച്ചിരുന്നതായും ഉത്തരാഖണ്ഡ് ശിശു പരിരക്ഷണ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണായ ഡോക്ടർ ഗീത ഖന്ന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ നിയമവിരുദ്ധ മദ്രസകൾക്കെതിരെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നടപടിയെടുക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത മദ്രസകൾക്കെതിരെ നിലവിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നാൽ ഉത്തരാഖണ്ഡിൽ 500-ലധികം അനധികൃത മദ്രസകളുണ്ടെന്ന് സർക്കാർ നടത്തിയ സർവേ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇത് മദ്രസകൾ അടച്ചുപൂട്ടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും. അതേസമയം ഉത്തരാഖണ്ഡിലെ നിയമവിരുദ്ധ മദ്രസകളെ കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടുത്തിടെയാണ് ഉത്തരവിടുന്നതും. ഇതിനുശേഷം നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ നിയമവിരുദ്ധ മദ്രസകളുടെ എണ്ണം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. പോലീസ് ഭരണകൂടത്തിന്റെ ആദ്യ പരിശോധനാ റിപ്പോർട്ടിൽ ഡെറാഡൂൺ ജില്ലയിലെ 4 പ്രദേശങ്ങളിലായി 125 മദ്രസകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. വികാസ് നഗർ തഹസിൽ പ്രദേശത്ത് 78 മദ്രസകൾ തിരിച്ചറിഞ്ഞു. അതിൽ 18 എണ്ണം മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 60 എണ്ണം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതും. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മുസ്ലിം പള്ളികളുടെ സംരക്ഷണത്തിൽ അനധികൃതമായി നിരവധി മദ്രസകൾ നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്നോ എന്തിനെക്കുറിച്ചാണ് എന്നതൊന്നും അന്വേഷണത്തിൽ വിശദമായി തന്നെ പരാമർശിച്ചിട്ടില്ല. അതേസമയം നിയമവിരുദ്ധമായ മദ്രസകൾ അടച്ചുപൂട്ടുമെന്ന് ഹിന്ദുത്വ അനുകൂല സംഘടനകൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.